ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഭാഗ്യവും സമ്പത്തുമൊക്കെ നമ്മളെ തേടിയെത്തും. ഈ മന്ത്രം ദിവസേന 108 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ. ആ മന്ത്രം ഏതാണ്, എപ്രകാരമാണ് അത് ജപിക്കേണ്ടത്? ഞാനിന്ന് പറയുന്ന മന്ത്രം ശ്രീകൃഷ്ണ മന്ത്രമാണ്. അത്രയ്ക്ക് വലിയ ശക്തിയാണ് ആ മന്ത്രത്തിനുള്ളത്. ആ ശ്രീകൃഷ്ണ മന്ത്രം ഇതാണ്: ഓം വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. കാരണം നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചതിന് ശേഷം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ ജപിക്കുവാനായിട്ട്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്നത് വാസുദേവപുത്രനും ഭക്തരുടെ പാവങ്ങളെ ഹരിക്കുന്നവനും പ്രണമിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കുന്നവനും സകല അല്ലെങ്കിൽ സർവ്വചരാചരങ്ങൾക്കും ആശ്രയവുമായ ഭഗവാൻ കൃഷ്ണനെ ഞാൻ നമിക്കുന്നു. ഈ മന്ത്രം എപ്രകാരമാണ് ചൊല്ലേണ്ടതെന്നാൽ അതിരാവിലെ ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി 108 തവണയാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. അങ്ങനെ ജപിച്ചാൽ വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകും. അധർമ്മത്തെയൊക്കെ ഇല്ലാതെയാക്കി ധർമ്മം പുനഃസ്ഥാപിക്കാനാണല്ലോ ശ്രീകൃഷ്ണ അവതാരം തന്നെ. അങ്ങനെ ഈ മന്ത്രം ജപിച്ചാൽ പാപമോക്ഷം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ഭക്തിക്കും ആത്മാർത്ഥതയ്ക്കുമൊക്കെ അനുയോജ്യമായ ഒരു കൂട്ടം വാക്കുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിച്ചതിന് ശേഷം അർത്ഥം മനസ്സിലാക്കി വേണം നമ്മൾ മന്ത്രജപവും അതിൻ്റെ ഫലസിദ്ധിയും നേടേണ്ടത്.